ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 51 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. കർമ്മജം ഫലം ത്യക്ത്വാ, കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതായ ഫലത്തെ ത്യക്ത്വാ ഉപേക്ഷിച്ച്, മനീഷിണഃ മനീഷികൾ ആയവർ, യോഗികളായവർ, ബുദ്ധിയുക്താഹി ആ യോഗത്തോട് ചേർന്നുള്ള സമത്വം യോഗ ഉച്ചതയെന്ന് മുൻപ് പറഞ്ഞു. ആ സമഭാവനയോടുകൂടിയുള്ള ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ആ മനീഷി അല്ലെങ്കിൽ യോഗി, അയാൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ജന്മബന്ധവിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. ജന്മബന്ധങ്ങളിൽ നിന്നെല്ലാം വിശേഷിച്ചും നിർമുക്തമായിരിക്കുന്ന പദം സ്ഥാനത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു, അനാമയം ആമയങ്ങൾ ഇല്ലാത്ത പദത്തെ അയാൾ പ്രാപിക്കുന്നു. ഏതൊരു യോഗിയാണോ തൻ്റെ സമത്വ ബുദ്ധിയോടുകൂടി കർമ്മങ്ങളിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഫലത്തെ ഉപേക്ഷിച്ച് ജന്മവും അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളും ഒക്കെ നിശേഷം മുക്തമാകുന്ന പദത്തെ അല്ലെങ്കിൽ ആമയങ്ങൾ, ദുഃഖങ്ങൾ ഇല്ലാത്ത ഒരു പദത്തെ അയാൾ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ്. എല്ലാ കർമ്മങ്ങളും അതിൽ നിന്ന് ഫലം ഉളവാകുന്നതാണ്. എന്നാൽ പലരും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അതിൻ്റെ ഫലം ആഗ്രഹിച്ചുകൊണ്ടുമാണ്. അങ്ങനെയിരിക്കെ സമത്വ ബുദ്ധിയുള്ള ഒരു യോഗിയാവട്ടെ താൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഉളവാകുന്ന കർമ്മഫലത്തെ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവരാകുന്നു. അങ്ങനെ നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു യോഗി, അയാൾ ഈ ജന്മബന്ധങ്ങളിൽ നിന്നെല്ലാം നിശേഷം മുക്തരായിട്ട് ആമയങ്ങൾ ഇല്ലാത്ത, അനാമയം, ദുഃഖങ്ങൾ ഇല്ലാത്ത ഒരു പദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും തുടക്കത്തിൽ നമ്മൾ കർമ്മഫലത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നത് ശരി തന്നെ എങ്കിലും പിൽക്കാലത്ത് കുറേ നാൾ ഇപ്രകാരം കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കർമ്മഫലങ്ങൾ നമ്മുടെ ഈ ജീവാത്മാവിനെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നതല്ല എന്ന് മനസ്സിലാകുമ്പോൾ പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിൽ നിന്നുളവാകുന്ന കർമ്മഫലത്തെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ചെയ്യാൻ കഴിയുമ്പോഴാണ് ആ സമത്വം യോഗ ഉച്ചത എന്നുള്ള ഭാവനയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നിർദ്വന്ദ്വമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. സുഖദുഃഖം, മാന അപമാനം, ലാഭ അലാഭം, ഇങ്ങനെ ഈ 2 അവസ്ഥകളിലും മനസ്സിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ആ ചലനത്തെ നിശേഷം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ സാമ്യാവസ്ഥയിൽ നിൽക്കുന്ന മനസ്സോട് കൂടിയവനാണ് സമത്വം യോഗ ഉച്ചിത എന്ന് പറയുന്ന ആ ഭാവത്തിന് അർഹനായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു യോഗി ഈ ജന്മബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനായി ദുഃഖരഹിതമായിരിക്കുന്ന പദത്തെ
പ്രാപിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. ജന്മമെടുക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും കർമ്മം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ്. കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഒരു ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ കർമ്മങ്ങളിലും കാമ്യകർമ്മം എന്നും നിഷ്കാമകർമ്മം എന്നും 2 തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നതിൽ ശ്രേയസ്സിലേക്ക് നയിക്കുന്ന നിഷ്കാമകർമ്മമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണോ നിൻ്റെ ധർമ്മം അത് അനുഷ്ഠിക്കുക. അതിൽ നിന്ന് എന്ത് ഫലമാണോ വരുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ കർമ്മഫലത്തെ ഉപേക്ഷിക്കുക. അനുഷ്ഠിക്കേണ്ടത് കർമ്മമാണ് എന്ന് മനസ്സിലാകുമ്പോൾ അത് നിശ്ചയമായി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് എന്ന ബോധ്യത്തോടുകൂടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്ന കർമ്മമാണ് നിഷ്കാമകർമ്മം. അപ്രകാരമുള്ള നിഷ്കാമകർമ്മത്തെ അനുഷ്ഠിച്ച് ജന്മബന്ധങ്ങളിൽ നിന്നെല്ലാം നിശേഷം മുക്തനായി ദുഃഖരഹിതമായ പദത്തെ ആ യോഗി പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യഥാ തേ മോഹകലിലം ബുദ്ധിഃ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യഥാ എപ്പോഴാണോ തേ നിൻ്റെ മോഹകലിലം ബുദ്ധിഃ വ്യതിതരിഷ്യതി എപ്പോഴാണ് നിൻ്റെ ബുദ്ധി ഈ മോഹമാകുന്ന കലിലം ദോഷത്തെ വ്യതിതരിഷ്യതി അതിക്രമിക്കുന്നത് അല്ലെങ്കിൽ തരണം ചെയ്യുന്നത് തഥാ അപ്പോൾ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച കേൾക്കേണ്ടുന്നതിലും കേട്ടതിലും ഒക്കെ നിർവേദം ഗന്ധാസി നിനക്ക് വിരക്തിയെ പ്രാപിക്കുവാൻ സാധിക്കും. അപ്പോൾ എപ്പോഴാണോ നിൻ്റെ ബുദ്ധി മോഹമാകുന്ന ആ ദോഷത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുന്നത് അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുന്നത് അതിനെ മറികടക്കുന്നത് അപ്പോൾ കേൾക്കേണ്ടുന്നതിലും കേട്ടതിലും വെച്ച് നിനക്ക് യാതൊരു ആസക്തിയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വിരക്തമായ അവസ്ഥയെ നീ പ്രാപിക്കും. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മളിൽ ഒരു ആഗ്രഹമുണ്ടാകാം, ഈ കർമ്മത്തിൻ്റെ ഫലം തനിക്ക് നല്ലത് വരുത്തും എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെക്കുറിച്ച് ശ്ലാഘിക്കും പ്രശംസിക്കും എന്നോ എല്ലാം സങ്കല്പിച്ചേക്കാം. എന്നാൽ മറ്റു ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുമ്പോൾ ഇത് ശരിയായില്ല, മോശമാണ് എന്നെല്ലാം മറ്റുള്ളവർ പറഞ്ഞേക്കാം. എന്നാൽ താൻ അനുഷ്ഠിക്കേണ്ടതായ സ്വധർമ്മത്തെയാണ് നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും മറ്റുള്ളവർ പറയുന്ന ആ പ്രശംസയോ നിന്ദാവചനങ്ങളോ ഒന്നും തന്നെ ബാധിക്കുന്നതല്ല. ഇതിലെല്ലാം ഒരു പൂർണ്ണമായ വിരക്തിയെ പ്രാപിക്കുവാൻ നിനക്ക് കഴിയും. എങ്ങനെയായിരിക്കണം എന്നാൽ ബുദ്ധി മോഹമാകുന്ന ആ ഒരു ദോഷം അതിനെ അതിക്രമിച്ചിരിക്കണം എന്നതേ ഉള്ളൂ. ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ലാഭത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റുള്ളവരുടെ പ്രശംസയോ നിന്ദയോ എല്ലാം വരുമെന്നുള്ള ആ ഒരു സങ്കല്പത്തെയോ ഒക്കെ എപ്പോഴാണോ അതിക്രമിക്കാൻ കഴിയുന്നത്, തരണം ചെയ്യാൻ കഴിയുന്നത്, അപ്പോൾ കേൾക്കുന്നതിലും കേൾക്കേണ്ടതിലും ഒക്കെ ഒരു പൂർണ്ണമായ വിരക്തിയെ പ്രാപിച്ചുകൊണ്ട് ആ യോഗസ്ഥമായിരിക്കുന്ന പദത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങനെ നിന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മഫലങ്ങളൊന്നും നിന്നെ ബാധിക്കുകയും ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രുതിവിപ്രതിപന്നാദേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധൗ അചല ബുദ്ധിസ്തദാ യോഗമവാപ്സ്യസി.
ശ്രുതി വിപ്രതിപന്ന തേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധൗ അചല ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്ന, ശ്രുതികളാൽ ഭ്രമിച്ചിരിക്കുന്ന, തേ ബുദ്ധി, നിൻ്റെ ബുദ്ധി, യഥാസ്ഥാസ്യത നിശ്ചല, എപ്പോഴാണോ നിശ്ചലമായിട്ട് സ്ഥിരമായി നിൽക്കുന്നത്, സമാധൗ അജല, ആ ലക്ഷ്യസ്ഥാനത്തിൽ അചഞ്ചലമായി നിൽക്കുന്നത്, തഥാ അപ്പോൾ യോഗം അവാപ്സ്യസി, നീ യോഗത്തെ പ്രാപിക്കും. ശ്രുതികളാൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ബുദ്ധി എപ്പോഴാണോ ഏകമായ ലക്ഷ്യത്തിൽ യാതൊരു ചാഞ്ചല്യങ്ങളും ഇല്ലാതെ സ്ഥിരമായി നിൽക്കുന്നത്, അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. ശ്രുതികളിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെക്കുറിച്ചാണ്. എല്ലാ കാമ്യകർമ്മങ്ങളെയും അവിടെ പ്രതിപാദിക്കുന്നു. അപ്പോൾ ഈ ശ്രുതികളാൽ നയിക്കപ്പെടുന്ന നീ ആ കർമ്മങ്ങളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നിൻ്റെ ബുദ്ധി എപ്പോഴാണോ ഏകമായ ലക്ഷ്യത്തിൽ സ്ഥിരമായി ഇളക്കമില്ലാതെ ഉറച്ചു നിൽക്കുന്നത്, അപ്പോഴാണ് യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയാം. പല കാര്യങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് മുൻപ് കിട്ടിയ അറിവുകളാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ അവസ്ഥയിൽ നേടിയ അറിവുകളാവാം, അല്ലെങ്കിൽ നമ്മളുടെ രക്ഷിതാക്കൾ നമുക്ക് പകർന്നു തന്ന അറിവുകളാവാം, അല്ലെങ്കിൽ ഈ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നെല്ലാം നമ്മൾ നേടുന്ന അറിവുകളാവാം. ഇതെല്ലാമാണ് നമ്മളെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിലെ ശരിയെയും തെറ്റിനെയും എല്ലാം നിശ്ചയിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് ഉചിതങ്ങളായ കർമ്മങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നതിന് ഒരു നിയന്ത്രണം എന്തെന്ന് ചോദിച്ചാൽ ഇപ്രകാരം ലഭിക്കുന്ന അറിവാണ്. ഇവിടെ ശ്രുതികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിവാണ് അർജുനനെ നയിക്കുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ആ ശ്രുതികളിൽ പറയുന്ന കാമ്യകർമ്മങ്ങളിൽ പൂർണ്ണമായും നിമഗ്നമായിരിക്കുന്ന മനസ്സോടു കൂടിയ അർജുനന് നിഷ്കാമകർമ്മത്തിനെ തലത്തിലേക്ക് ഉയർത്തി യോഗത്തെ പ്രാപിക്കുവാൻ സഹായിക്കുന്ന ഉപദേശമാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ക്രമമായി ഈ ജ്ഞാനയോഗത്തിലേക്കും അതിലും ഉയർന്ന് ആ യോഗ അവസ്ഥയിലേക്കുമൊക്കെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയെല്ലാമാണ് ആ യോഗാവസ്ഥയിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ഈ യോഗങ്ങളിലൊന്നും കർമ്മം അനുഷ്ഠിക്കേണ്ട എന്നല്ല ഉപദേശിക്കുന്നത്. ചെയ്യപ്പെടേണ്ടതായ കർമ്മങ്ങളെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ്. യാതൊന്നും ഉപേക്ഷിക്കലല്ല യോഗം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യണം, പക്ഷേ കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. എല്ലാ കർമ്മങ്ങളിലും എല്ലാവർക്കും ലക്ഷ്യബോധം ഉണ്ടാകുന്ന കർമ്മഫലത്തിലാണെങ്കിൽ ഇവിടെ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ള ഉദ്ബോധനമാണ് ഭഗവാൻ ഇവിടെ അർജുനന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഈ യോഗാവസ്ഥയിലേക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ബുദ്ധിയെ യോഗത്തിലേക്ക് നയിക്കുവാൻ, ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും മനസ്സിനെ അർപ്പിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ശ്രുതി വിപ്രതിപന്നാദേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധൗ അചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. അർജുന ഉവാച
സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞസ്യ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ കാ ഭാഷ അയാളുടെ ഭാഷ അല്ലെങ്കിൽ സംസാരം എങ്ങനെയാണ് അയാൾ സംസാരിക്കുക. സമാധിസ്തസ്യ സമാധിസ്ഥനായിരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാവും ഭാഷണം ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക. സ്ഥിതദീഹി അയാൾ മനസ്സിനെ ഉറപ്പിച്ചവനാണ് എങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുക. കിം പ്രഭാഷേത എങ്ങനെ സംസാരിക്കും. കിം ആസീത അയാൾ എങ്ങനെ സ്ഥിതി ചെയ്യും. അതുപോലെ വ്രജേത കിം എങ്ങനെയാണ് അയാൾ സഞ്ചരിക്കുക. അല്ലയോ കേശവ, സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ ഭാഷ കാ. സമാധി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എന്താണ് ലക്ഷണം, അയാൾ എങ്ങനെയാണ് സംസാരിക്കുക. കിം പ്രഭാഷേത എങ്ങനെയാണ് സംസാരിക്കുക. കിം ആസീത എങ്ങനെയാണ് അയാൾ സ്ഥിതി ചെയ്യുന്നത്. വ്രജേത കിം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ഭഗവാൻ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് അർജുനനെ സ്ഥിതപ്രജ്ഞനാക്കുന്നതിനുള്ള ഉപദേശങ്ങളാണ് കൊടുത്തത്. ഇതെല്ലാം കേട്ടിട്ട് അർജുനന് ഒരു സംശയം. ഭഗവാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ എല്ലാം ഒത്തുചേർന്ന ഒരു മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും. അയാൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക. അയാളെ കണ്ടാൽ എങ്ങനെ തോന്നും. അയാൾ ഏത് പ്രകാരത്തിലായിരിക്കും സഞ്ചരിക്കുക. തികച്ചും ഭൗതികതയിൽ നിൽക്കുന്ന ഒരു ജീവാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത്. കാരണം മായികമായിരിക്കുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനല്ലാത്ത അല്ലെങ്കിൽ അതിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നതായ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കിട്ടുമ്പോൾ ചോദിക്കുന്നത് അതെല്ലാം നേടിയ ഒരാൾ എങ്ങനെ കണ്ടാൽ മനസ്സിലാകും എന്നാണ്. ഇതുപോലെ തന്നെ ഭാഗവതം 11-ാം സ്കന്ധത്തിൽ നിമി നവയോഗി സംവാദത്തിൽ അവിടെ നിമി ചക്രവർത്തി നവയോഗികളോട് ചോദിക്കുന്നുണ്ട്, ഈ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാണാൻ. അവിടെ അതിന് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ജിജ്ഞാസുവായിരിക്കുന്ന ഒരു ചോദ്യകർത്താവാണ് ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം പെരുമാറണം എന്നുള്ള ഒരു സങ്കല്പത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു അറിവിന് വേണ്ടിയാണ് ഇപ്രകാരമുള്ള ചോദ്യം ചോദിക്കുന്നത്. ഇവിടെയും ഈ ഉപദേശങ്ങളെല്ലാം ശ്രവിക്കുന്ന അർജുനൻ തൻ്റെ ഉള്ളിലുള്ള ആ ജിജ്ഞാസ പുറത്തേക്ക് വന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നതാണ്. ഇപ്രകാരം സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന ഒരാൾ അയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അയാളെങ്ങനെ സംസാരിക്കും, അയാളെങ്ങനെ സഞ്ചരിക്കും എന്നെല്ലാം ഉള്ള സംശയം ചോദിക്കുന്നു. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നതാണ് തൻ്റെ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് അർജുനൻ ഇവിടെ തീർച്ചയാക്കുന്നു. എങ്ങനെ അങ്ങോട്ട് കടക്കണം എന്നുള്ള ചോദ്യം പിന്നാലെ വരുമെങ്കിലും ബാഹ്യമായിട്ട് അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ആദ്യം അർജുനനെ ചിന്തിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ചോദ്യം ഭഗവാനോട് ഒരുപക്ഷെ ചോദിച്ചത്. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞഃ തഥാ ഉച്യതേ.
പ്രജഹാതി യഥാ കാമാൻ, പ്രജഹാതി ഉപേക്ഷിക്കുക. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? സർവാൻ മനോഗതാൻ, മനസ്സിൻ്റെ എല്ലാ കാമനകളെയും ഉപേക്ഷിക്കുവാൻ എപ്പോഴാണോ, അല്ലെങ്കിൽ എപ്പോഴാണ് മനസ്സിലുള്ള എല്ലാ കാമനകളെയും ഒരാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത്? എന്നിട്ട് ആത്മനി ഏവ ആത്മനാ തുഷ്ട, തന്നിൽ തന്നെ തനിക്ക് തുഷ്ട സന്തോഷിക്കുവാൻ കഴിയുന്നത്. തഥാ, അപ്പോൾ സ്ഥിതപ്രജ്ഞ ഉച്യതേ, അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ എന്താണ് സ്ഥിതപ്രജ്ഞൻ അല്ലാത്തതാക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നിരന്തരമായ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളാണ് നമ്മളുടെ ഈ പ്രജ്ഞയെ സ്ഥിതമാക്കുന്നതിൽ നിന്ന് തടയുന്നത്, അല്ലെങ്കിൽ മാർഗവിഘ്നം ഉണ്ടാക്കുന്നത്. ഏതൊരാൾക്കാണോ തൻ്റെ ആഗ്രഹങ്ങളെ, ഇങ്ങനെ അനർഗളം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായ ആഗ്രഹങ്ങളെ കടിഞ്ഞാൺ ഇട്ട് ബന്ധിച്ച് അവിടെ നിർത്താൻ പറ്റുന്നത്, അവരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. നമ്മളുടെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും എന്തെല്ലാമോ ഒക്കെ ആഗ്രഹിച്ചിരുന്നു. അതിൽ ചിലതെല്ലാം നമ്മൾ നേടുകയും ചെയ്തു. പക്ഷേ ഓരോ ആഗ്രഹങ്ങൾക്കും അനുസൃതമായ ഓരോ കാര്യങ്ങളെയും നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ വീണ്ടും അടുത്തതിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളത്. നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവാൻ ഇടയില്ല. ഏതൊരാളാണോ തൻ്റെ കുറഞ്ഞ ആഗ്രഹങ്ങളെയൊക്കെ സബലീകരിച്ചുകൊണ്ട് മതി, ഇനി എനിക്ക് ആഗ്രഹങ്ങൾ ഒന്നുമില്ല എന്ന് പറയുവാൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ കാമനകൾ അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായി ഒന്നിനു പിറകെ ഒന്നായിട്ടിങ്ങനെ നമ്മിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിലോ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതും അല്ല. ഏതൊരാളാണോ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്നിലേക്ക് ഒഴുകി വരുന്ന ഈ ആഗ്രഹങ്ങളെ ഒക്കെ തടയിടാൻ പ്രാപ്തനാകുന്നത്, അയാളെയാണ് ഇവിടെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് യോഗമാർഗത്തിലൂടെ ഈശ്വരീയതയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വരുന്നത്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യായമായതും അന്യായമായതും എല്ലാം ചേരുന്നത് തന്നെയാണ്. അത് നമുക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളെ ഇത് ന്യായം ഇത് അന്യായം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് നമ്മളാരും ശ്രമിക്കാറില്ല. എന്തെല്ലാമാണോ വരുന്നത് അതെല്ലാം നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ആഗ്രഹങ്ങളെ നേടാൻ സാധിക്കാതെ വരുമ്പോഴാണ് അതിൽ നിന്നെല്ലാം നമുക്ക് ദുഃഖവും രോഷവും അങ്ങനെ പല ഭാവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും അത് നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്നതും എന്നെല്ലാം ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. പ്രാഥമികമായിട്ടും വേണ്ടത് മനസ്സിനെ ആഗ്രഹങ്ങളോടുകൂടി മേയാൻ വിടാതെ അതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കുവാൻ കഴിയുക എന്നുള്ളൊരു ഗുണമാണ് നമ്മൾ ആദ്യമായി ആർജിച്ചെടുക്കേണ്ടത് എന്നാണ് ഈ ഉപദേശത്തിലൂടെ അർജുനനെയും നമ്മളെയും ഭഗവാൻ ഉപദേശിക്കുന്നത്. ഈ ഉപദേശങ്ങളൊന്നും അർജുനന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല, മറിച്ച് അർജുനന് ലഭിച്ച ഉപദേശങ്ങളെല്ലാം നമ്മളും കൂടി ആധ്യാത്മിക മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആചരിക്കപ്പെടേണ്ടവയാണ്, അല്ലെങ്കിൽ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഭഗവാൻ അർജുനന് നൽകുന്ന ഉപദേശത്തെ നമുക്കെല്ലാം പ്രയോജനപ്പെടുമാറ് പുസ്തകങ്ങളിലാക്കി എഴുതി വയ്ക്കാൻ ഭഗവാന്റെ തന്നെ അവതാരമായ വേദവ്യാസന് സാധിച്ചത്, അല്ലെങ്കിൽ അപ്രകാരം ഒരു നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എല്ലാം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്.
അതിനനുസരിച്ച് ധർമ്മ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതിൽ നിന്ന് നേടുന്ന അർത്ഥം കൊണ്ട് ആ അർത്ഥം എന്തെല്ലാം കാമങ്ങളെ നമുക്ക് പൂർത്തീകരിച്ചു തരുന്നു അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ നാലാമിടമായ മോക്ഷമാർഗത്തിലേക്ക് പോകാൻ നമ്മൾ യോഗ്യരായി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തു പറ്റും എന്ന് വെച്ചാൽ എല്ലാ അധർമ്മ മാർഗത്തിലൂടെയും നമ്മൾ സമ്പാദിക്കുന്നത് നമ്മുടെ സുഖത്തിനായിക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാലാമിടം ലഭിക്കാതെ പോകും. കാരണം ആദ്യം കടന്നുപോയ വഴികളിലെല്ലാം ധാരാളം അധർമ്മങ്ങൾ കടന്നുകൂടിയത് കൊണ്ട് ആദ്യം ആ അധർമ്മത്തിൻ്റെ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കേണ്ടതായി വരും. അതിന് പലപ്പോഴും ജന്മങ്ങളെല്ലാം വേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് പൂർണ്ണമായും മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളാണ് സ്ഥിതപ്രജ്ഞൻ ആകുന്നത് എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തുന്നത്. ആർക്കാണോ ബാഹ്യമായ ഒരു വസ്തുവും ലഭിക്കാതെ തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് അയാളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ ഇവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.